മണ്ഡലത്തിലെ സമഗ്ര വികസനവും താലൂക്ക് രൂപീകരണവും ആരോഗ്യമേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവുമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ചടയമംഗലം NDA സ്ഥാനാർത്ഥി RS അരുൺരാജ് പറയുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ന്യൂസ്18നോടൊപ്പം ചേരുകയാണ്. RS അരുൺരാജാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ചോദിച്ചറിയാം, എങ്ങനെയാണ് മണ്ഡലത്തെ കാണുന്നത്? ചടയമംഗലത്തെ MG ഹൈസ്കൂളിൽ ഒരു സാധാരണ KSU പ്രവർത്തകനായി 32 വർഷം മുമ്പ് എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ഞാൻ. ചടയമംഗലത്ത് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചടയമംഗലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഏറ്റവും വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. വികസനമില്ലായ്മയാണ് ചടയമംഗലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചടയമംഗലത്ത് ജഡായിപ്പാറ ടൂറിസം പദ്ധതിയുണ്ട്. പക്ഷേ ചടയമംഗലത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ഏജൻസിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പദ്ധതിയായി ഇത് മാറിയിരിക്കുന്നു. ചടയമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആശുപത്രികൾ, കടയ്ക്കൽ ഹോസ്പിറ്റൽ, താലൂക്ക് ആശുപത്രി, പിന്നീട് നിലമേൽ ആശുപത്രി, ചടയമംഗലത്തെ ആശുപത്രി, ഇളമാട് ആശുപത്രി, ഈ ആശുപത്രികളിലൊന്നും യാതൊരു വിധത്തിലുള്ള വികസനങ്ങളുമില്ല. കിടത്തി ചികിത്സ പോലും ഇല്ലാത്ത ആശുപത്രികളായി ഈ ആശുപത്രികൾ മാറിയിരിക്കുന്നു. ഡോക്ടർമാരുടെ സേവനങ്ങളില്ല. ആവശ്യത്തിനുള്ള മെഡിക്കൽ സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫും ഇല്ലാത്ത രീതിയിൽ ചടയമംഗലത്തെ ആശുപത്രികളുടെ വികസനമില്ലായ്മ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എല്ലാ രംഗത്തും വികസനമില്ലായ്മയാണ് ചടയമംഗലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചടയമംഗലത്തെ ഈ വികസന മുരടിപ്പിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് എൻ്റെ കൈമുതൽ. മന്ത്രി ചിഞ്ചുറാണിയുടെ മണ്ഡലമാണ്, ശരിക്കും സിറ്റിംഗ് MLA കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ നമ്മൾ വോട്ടർമാരോട് കണ്ടപ്പോൾ ഒരു പ്രതികരണം എങ്ങനെയാണ്? വോട്ടർമാർ ബഹുഭൂരിഭാഗവും പറയുന്നത് 5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും മന്ത്രിയായ MLA ചടയമംഗലത്തിൻ്റെ ഒരു പ്രദേശങ്ങളിലും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തും. കാരണം ഒരു MLAയുടെ സാന്നിധ്യമില്ലായ്മ. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വൻകിട പദ്ധതികളല്ല, അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ അത്യാവശ്യങ്ങൾക്ക് അവരുടെ ഒരു വിളിപ്പാടകലെ ഒരു ജനപ്രതിനിധി ഉണ്ടാവുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ ഒരു കാര്യത്തിൽ ചടയമംഗലത്തെ MLA, മന്ത്രിയായ MLA പരിപൂർണ്ണ പരാജയമാണ്. നമ്മൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന വികസന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ചടയമംഗലത്ത് താലൂക്ക് രൂപീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം 44 കിലോമീറ്റർ 45 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്താണ് ചടയമംഗലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർ ഈ കൊട്ടാരക്കരയിലൊക്കെ വന്ന് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ചടയമംഗലം താലൂക്ക് രൂപീകരണം ആണ് ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണിത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയാണ് വിജയിച്ചത്. ഇടയ്ക്ക് ഐക്യജനാധിപത്യ മുന്നണിയും അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ താലൂക്ക് രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ കാര്യത്തോടടുക്കുമ്പോൾ രാമനാരായണ എന്നുള്ള ഒരു മനോഭാവമാണ് ഇടത് വലത് മുന്നണികൾക്കുള്ളത്. ചടയമംഗലം താലൂക്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിനോടൊപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെങ്ങന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള റെയിൽപാത. അത് സർവേയൊക്കെ നടന്നുവെങ്കിലും ആ പാത ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഏതാണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ച മട്ടിലാണ്. അപ്പോൾ ചടയമംഗലത്ത് നിന്ന് എന്നെയും കൊട്ടാരക്കരയിൽ നിന്ന് രശ്മിയെയും അടക്കമുള്ള NDA സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വികസനം ആണ് ഏറ്റവും പ്രധാന അജണ്ട എന്നുള്ള മുദ്രാവാക്യവുമായി പോകുന്ന നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജിയുടെയും ആശീർവാദത്തോടുകൂടി കേരളവും ഭാരതത്തിനോടൊപ്പം വികസിക്കണമെന്നുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഈ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഞങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥികൾക്കുണ്ട്. അതിനോടൊപ്പം ചടയമംഗലത്തെ ആശുപത്രികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണം, തകർന്നു കിടക്കുന്ന റോഡുകൾ പുനരുദ്ധരിപ്പിക്കണം. അതിനോടൊപ്പം പാവപ്പെട്ട ആളുകൾക്ക് ചടയമംഗലത്ത് ഒരു നേരം ആഹാരമില്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീടില്ലാത്ത ഒരാൾ പോലും 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഈ UDFിൻ്റെ കാൻഡിഡേറ്റ് അതിശക്തനായ ആളാണ്. താങ്കളുടെ പ്രവർത്തനത്തിലെ അത് ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അത് ബാധിക്കുമോ? എങ്ങനെയാണ്? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പോരാട്ടം നയിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരോടൊപ്പം ആ പോരാട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ 3 ടേം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCC നിർവാഹക സമിതി അംഗമായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസും UDFും പുറത്തുവിടുമെന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു കേരളത്തിലെ സാധാരണക്കാരായ ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ച്, അതായത് പതിറ്റാണ്ടുകളായി മത്സരിച്ച് പരാജയപ്പെടുന്നവർ, ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ജയിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ബഹുഭൂരിഭാഗവും. ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒന്നും യാതൊരു വിധത്തിലുള്ള അവസരങ്ങളും ഈ പട്ടികയിൽ നൽകിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാതെ പോയി. അപ്പോൾ പുതുമുഖങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥാനാർത്ഥികളെയാണ് ഐക്യജനാധിപത്യ മുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും വേദനാജനകമായ കാര്യം,
കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും നേതൃത്വം നൽകിയവർക്ക് സംരക്ഷണമൊരുക്കിയ CK ഗോവിന്ദനെയും കുഞ്ഞികൃഷ്ണനെയും പോലെയുള്ള ആളുകളെ ഐക്യജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം ഷുഹൈബിൻ്റെയും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ രക്തസാക്ഷിത്വം എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾക്ക് വൈകാരികമായിട്ട് ഭയങ്കരമായിട്ടും ബന്ധമുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരുടെ രക്തസാക്ഷിത്വത്തെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചടയമംഗലത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ MM നസീർ KSU കാലത്ത് ഞാൻ KSUവിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ നേതാവായിരുന്ന ആളാണ്. കഴിഞ്ഞ തവണ ചടയമംഗലത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള സ്വീകാര്യത എന്താണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അവരുടെ പ്രതികരണം തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അത് തന്നെയാണ് പറയാനുള്ളത്. സമഗ്രമായ വികസനം, താലൂക്ക് രൂപീകരണം അടക്കമാണ് മുന്നോട്ട് ലക്ഷ്യമിടുന്നത്. സുരേഷ്, News 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.